പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി ഇന്നും വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് തലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് തന്നെയാണ്. കസ്റ്റഡിയിലിരുന്ന് ഭരണം. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ കഴിയുമ്പോഴും ഭരണനിർവഹണം തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശമാണ് മുഖ്യമന്ത്രി കൈമാറിയത്. കെജ്രിവാൾ കസ്റ്റഡിയിൽ തുടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നിർണായക യോഗം ചേർന്നു. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നാരോപിച്ച് പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി. ഡൽഹി മന്ത്രി അതിഷിക്ക് ജയിലിൽ നിന്നയച്ച കുറിപ്പിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം ഉറപ്പാക്കണമെന്ന്. വാർത്താ സമ്മേളനത്തിൽ അതിഷി കത്ത് പുറത്തുവിട്ടു. दिल्ली जनता के वेंडी केजरीवाल തുടർന്നും പ്രവർത്തിക്കുമെന്ന അതിഷി. देखिए, मुख्यमंत्री के तौर पर अरविंद केजरीवाल जी लगातार मंत्रियों के कामों का रिव्यू करते हैं, उनको आदेश देते हैं. हमें कभी सुबह फोन पे कॉल करते थे, कभी व्हाट्सएप पे आदेश देते थे. हर विभाग के काम पर वो एक क्लोज सुपरविजन हमेशा बतौर मुख्यमंत्री रखते आए. കസ്റ്റഡിയിൽ ഭരണം തുടരാൻ സാധിക്കുമോ എന്ന ചോദ്യം ബിജെപി ഉയർത്തുന്നതിനിടെയാണ് കേജ്രിവാളിന്റെ അസാധാരണ നടപടി. കേജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം പ്രതിഷേധ പരിപാടികൾ, ഭരണനിർവഹണം എന്നിവ ചർച്ച ചെയ്യാൻ ആം ആദ്മി പാർട്ടി നിർണായക യോഗം ചേർന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി സന്ദീപ് പത്തക്കിന്റെ നേതൃത്വത്തിൽ വിളിച്ച യോഗത്തിൽ നേതാക്കളും MLA-മാരും കൗൺസിലർമാരും പങ്കെടുത്തു. യോഗത്തിന് ശേഷം വിളിച്ച സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഈ മാസം 31-ന് ഡൽഹി രാംലീല മൈതാനത്ത് വൻ പ്രതിഷേധ റാലി നടത്തുമെന്ന് ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചു. जब से अरविंद केजरीवाल जी की गिरफ्तारी हुई है, न सिर्फ आम लोग बल्कि पूरा विपक्ष एकजुट होकर के इस तानाशाही के खिलाफ खड़ा हुआ है. दिल्ली की सड़कों पर, देश की राजधानियों में, अलग अलग हिस्सों में लगातार विरोध प्रदर्शन हो रहे हैं. മുഖ്യമന്ത്രിയുടെ അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇന്നും പ്രതിഷേധിച്ചു. അതേസമയം കേജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് ബിജെപിയുടെ തീരുമാനം. 24 ഡൽഹി. പ്രൈം ടൈം ന്യൂസിൽ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. കോൺഗ്രസിന്റെ അമേഠി, റായ്ബറേലി സീറ്റുകളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. 4ാം പട്ടികയിലും ഇരു മണ്ഡലങ്ങളും ഒഴിച്ചിട്ടു. ബിജെപിയുടെ 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നുണ്ടായേക്കും. കേരളത്തിൽ ശേഷിക്കുന്ന 4 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചേക്കും. നരേന്ദ്രമോദിയുടെ വസതിയിൽ നിർണായക BJP യോഗം തുടരുകയാണ്. എല്ലാ കാലത്തും കോൺഗ്രസിന്റെ സ്റ്റാർ മണ്ഡലമായ അമേഠിയിലും റായ്ബറേലിയിലും അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്നലെ രാത്രി പുറത്തുവിട്ട പട്ടികയിലും ഇരു മണ്ഡലങ്ങളും ഇല്ല. നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലം ഉപേക്ഷിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്ന് ഒരു വിഭാഗം നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സിറ്റിംഗ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം വൈകുന്നതിൽ ഒരു വിഭാഗം അതൃപ്തിയിലാണ്. അമേഠി നേരത്തെ നഷ്ടമായതാണെങ്കിലും ഇത്തവണ സോണിയ മത്സരരംഗത്ത് നിന്നും മാറിയ സാഹചര്യത്തിൽ പ്രിയങ്ക എത്തിയില്ലെങ്കിൽ റായ്ബറേലിയും കൈവിട്ടു പോകുമെന്നാണ് പ്രവർത്തകരുടെ ആശങ്ക. കോൺഗ്രസുമായി ധാരണയിലെത്തിയ ബംഗാളിൽ 4 സ്ഥാനാർത്ഥികളെ കൂടി CPIM പ്രഖ്യാപിച്ചു. മുർഷിദാബാദിൽ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമാണ് സ്ഥാനാർത്ഥി. റാണാഗഡ്, ബർധമാൻ, ദുർഗാപൂർ, ബോൽപൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. BJPയുടെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടായേക്കും. ഉത്തർപ്രദേശ്, ബംഗാൾ, രാജസ്ഥാൻ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തിൽ ഒഴിച്ചിട്ട സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിച്ചേക്കും. സീറ്റ് വിഭജന ചർച്ച തുടരുന്ന ബീഹാർ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥിത്വം വൈകും. 24 ഡൽഹി. പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കാട്ടിയാണ് പരാതി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നുവെന്ന UDFന്റെ പരാതിയിൽ പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിശദീകരണം തേടി. പൗരത്വ ബില്ലിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരായ കേസുകൾ വോട്ട് ലക്ഷ്യം വെച്ചാണെന്നും പിൻവലിക്കുന്നില്ലെന്ന പ്രതിപക്ഷ ആരോപണത്തിന് പിന്നാലെയാണ് സർക്കാർ ഈ മാസം 16-ന് കേസുകൾ പിൻവലിക്കുന്നത് വേഗത്തിലാക്കണമെന്ന് കാണിച്ച് വീണ്ടും സർക്കുലർ ഇറക്കിയത്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമാണെന്നാണ് BJPയുടെ പരാതി. BJP നേതാവ് VV രാജേഷാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്.
തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ CAA-ക്കെതിരായി നടത്തിയ സമരങ്ങളിലെ കേസുകൾ പിൻവലിക്കുവാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന നീക്കം ഒരു വിഭാഗം ജനങ്ങളെ പ്രീണിപ്പിച്ച് വോട്ട് നേടുക എന്നുള്ളതാണ്. സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇത് നേരായ ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ കുടുംബശ്രീ യോഗത്തിൽ കയറി വോട്ട് ചോദിച്ചെന്ന് കാണിച്ചാണ് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിനെതിരെ UDF പരാതി നൽകിയത്. ഈ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലയുള്ള പത്തനംതിട്ട ജില്ലാ കളക്ടർ വിശദീകരണം തേടിയിരിക്കുന്നത്. വിശദീകരണം തേടിയതോടെ ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞെന്നാണ് UDF വാദം. കുടുംബശ്രീക്കാരുമായി തനിക്ക് അടുത്ത ബന്ധമാണുള്ളതെന്നും ഇനിയും വോട്ട് ചോദിക്കുമെന്നും തോമസ് ഐസക്. ഇത്തരം ആക്ഷേപങ്ങൾ പരാജയ ഭീതി മൂലം കോൺഗ്രസ് ഉന്നയിക്കുന്നതാണ്. കുടുംബശ്രീയായിട്ട് എത്രയോ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണെന്ന് ആ പ്രസ്ഥാനം രൂപീകരിക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനാണ്. അതുകൊണ്ട് അവരുമായിട്ടൊരു സവിശേഷ ബന്ധമുണ്ട്. അവരുടെ യോഗം നടക്കുന്നുണ്ടെങ്കിൽ പോയി സ്ഥാനാർത്ഥി എന്നതിൽ പിന്തുണ അഭ്യർത്ഥിക്കുന്നു. അതിലെന്താ തെറ്റ്? UDFന്റെ പരാതിയിൽ കഴമ്പില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കൃത്യമായി വിശദീകരണം നൽകുമെന്നും ഡോക്ടർ TM തോമസ് ഐസക് വ്യക്തമാക്കി. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം 24 പത്തനംതിട്ട. രാഷ്ട്രപതിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചതിൽ വിമർശനവുമായി പ്രതിപക്ഷം. സർക്കാർ നടപടി തെരഞ്ഞെടുപ്പ് പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. രാഷ്ട്രപതിയെ വിചാരണയ്ക്ക് വിധേയയാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ വിമർശിച്ചു. രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയെന്നാണ് പ്രതിപക്ഷ വിമർശനം. ആദിവാസി വനിത പരമോന്നത പദവിയിലെത്തിയപ്പോൾ CPIM എതിർക്കുകയാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ. ഇന്നുവരെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന രാഷ്ട്രപതിക്കെതിരായിട്ട് ഇന്നുവരെ ഒരു സർക്കാരും ഒരു പാർട്ടിയും കേസിന് പോയിട്ടില്ല. ഇത്രയും നാൾ ബില്ലുകൾ വൈകിയിട്ടും ഇപ്പോഴുള്ള സർക്കാർ നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുന്ന രാഷ്ട്രപതിയുടെ നടപടി ഏകപക്ഷീയവും ഭരണഘടനാ ലംഘനവുമാണെന്നാണ് കേരളത്തിന്റെ വാദം. 24 തിരുവനന്തപുരം. കേബിൾ കുരുങ്ങി അപകടം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കേബിൾ കുരുങ്ങി വീട്ടമ്മയ്ക്ക് ഗുരുതര പരുക്ക്. തടിയുമായി എത്തിയ ലോറിയിൽ കുരുങ്ങി കേബിൾ പൊട്ടിയതാണ് അപകടമുണ്ടാക്കിയത്. ലോറിയിൽ അമിത ലോഡ് കയറ്റിയതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. അലക്ഷ്യമായി വാഹനം ഓടിച്ചതിന് ലോറി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം. കരുനാഗപ്പള്ളി തഴവ റോഡിലൂടെ പോയ തടിലോറി തട്ടി കേബിൾ പൊട്ടി. ഭർത്താവിന്റെ വർക്ക്ഷോപ്പിന് മുമ്പിൽ സ്കൂട്ടറിലിരുന്ന സന്ധ്യയുടെ മേൽ ഈ കേബിൾ കുരുങ്ങുകയായിരുന്നു. തുടർന്ന് സന്ധ്യയും വലിച്ചുകൊണ്ട് 20 മീറ്റർ ദൂരത്തേക്ക് വാഹനം നീങ്ങി. ദൂരത്തേക്ക് തെറിച്ചു വീണ സന്ധ്യയുടെ മുകളിലേക്ക് സ്കൂട്ടറും ഉയർന്നു പൊങ്ങി വീണു. നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും അപകടമുണ്ടാക്കിയ ലോറി നിർത്തിയില്ലെന്ന് ദൃക്സാക്ഷി 24-നോട് പറഞ്ഞു. ഇടത്തെ സൈഡിലാണ് ആ ലൈൻ കമ്പി കയറി കുരുങ്ങുന്നത്. എന്നിട്ടും അവൻ കണ്ടില്ലെന്ന് അത്രയ്ക്ക് ഓവർലോഡ് കയറ്റിയിട്ടാണ് ആ വണ്ടി വന്നത്. അതിനകത്ത് തടിയും കൊണ്ട് വന്ന ലോറി, അതിനകത്ത് പ്രോപ്പറായിട്ടല്ലായിരുന്നു തടി പോലും കിട്ടിയേക്കുന്നത്. ആ CCTV ക്യാമറയ്ക്കകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഓണറും പുറയിലുണ്ടായിരുന്നു. ഓണർ പോലും വണ്ടിയുടെ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഇവിടെ വണ്ടി നിർത്താതെ അവിടെ മാറി ആ വണ്ടി ആ ലോറി പിടിച്ചെടുത്താണ് ആ ഓണറും പോയി നിന്നത്. ഓണർ പോയി നിന്നിട്ട് ഓണർ ഭീഷണിപ്പെടുത്തുമായിരുന്നു ഇവിടുത്തെ നാട്ടുകാരെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോന്ന് വെച്ചാൽ ചെയ്തോളാം, എനിക്കറിയാം, ഞാൻ DYSP വിളിച്ചിട്ടുണ്ട്, ഞാൻ ഓൾ കേരള മറ്റേ ലോറിയുടെ പ്രസിഡന്റാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ നടന്നത്. അമിത ലോഡുമായി വാഹനമെത്തിയതാണ് അപകട കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. തോളലിന് പൊട്ടലേറ്റ സന്ധ്യ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അപകടത്തിൽ നിരവധി വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 24 കൊല്ലം. കൊച്ചി നെട്ടൂരിൽ പ്രഭാത സവാരിക്കിറങ്ങിയ ആൾ ടോറസ് ലോറി ഇടിച്ച് മരിച്ചു. നെട്ടൂർ ലേക്ക് ഷോർ ആശുപത്രിയിൽ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കെത്തിയ കണ്ണൂർ അഴീക്കോട് സ്വദേശി അബ്ദുൾ സത്താറാണ് ലോറി ഇടിച്ച് മരിച്ചത്. അപകടത്തിനിടയാക്കിയ ലോറിയും ഡ്രൈവറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നുള്ള മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM BJP രഹസ്യ ചർച്ച നടന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPIM-ഉം BJP-യും ഒരുമിച്ച് നിന്നാലും BJP-യെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ലെന്നും VD സതീശൻ പ്രതികരിച്ചു. അതിനിടെ ചിഹ്നം സംരക്ഷിക്കണമെന്ന AK ബാലന്റെ പ്രസ്താവനയും കോൺഗ്രസ് ആയുധമാക്കുകയാണ്. തോൽവി മുന്നിൽ കണ്ടാണ് AK ബാലന്റെ പ്രസ്താവനയെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പരിഹസിച്ചു. BJP സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള EP ജയരാജന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് CPIM BJP ബന്ധമെന്ന ആരോപണം
കോൺഗ്രസ് വീണ്ടും ആയുധമാക്കി തുടങ്ങിയത്. CPIM BJPയുമായി രഹസ്യ ചർച്ച നടത്തുന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വിമർശനത്തിന്റെ മൂർച്ച ഒന്നുകൂടി കൂട്ടി. അപ്പോൾ ഇവർ മത്സരിക്കുന്നത് BJPയെ തോൽപ്പിക്കാനല്ല. CPM നേതാക്കൾ BJP നേതാക്കളുമായി ബിസിനസ് പാർട്ണർഷിപ്പ് തുടങ്ങുന്നു, അവരുമായിട്ടുള്ള രഹസ്യ ചർച്ചകൾ നടത്തുന്നു. ഈ BJP CPM ഈ അവിഹിതമായ ബാന്ധവം അവർ ഒരുമിച്ച് നിന്നാലും ഒരു സീറ്റിൽ പോലും കേരളത്തിൽ BJPയുടെ അക്കൗണ്ട് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. നിശ്ചിത ശതമാനം വോട്ടില്ലെങ്കിൽ ഇടതു പാർട്ടികൾക്ക് ദേശീയ പദവി നഷ്ടമാകുമെന്ന AK ബാലന്റെ പ്രസ്താവനയും കോൺഗ്രസ് ആയുധമാക്കുകയാണ്. പൊതുതെരഞ്ഞെടുപ്പ് UDFന് ചിഹ്നം സംരക്ഷിക്കാനുള്ള മത്സരമല്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണണമെങ്കിൽ മ്യൂസിയത്തിൽ പോകേണ്ടി വരുമെന്നായിരുന്നു MMSന്റെ പരിഹാസം. മോഡിയെയും പിണറായിയെയും ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് നേടുന്ന അതിശക്തമായ പ്രവർത്തനമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ ചിഹ്നം രക്ഷിക്കാനല്ല. AK ബാലൻ പറഞ്ഞതാണ് സത്യം. ഈനാം ബീച്ചിക്കും മരപ്പട്ടിക്കും വോട്ട് പിടിക്കാതിരിക്കാനാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്, അല്ലാണ്ട് ജയിച്ച് പാർലമെന്റിൽ പോകാനല്ല. കേരളത്തിലെ ജനങ്ങൾ കിറ്റിനടിമകളാണെന്ന തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പരാമർശവും ചർച്ചയായി. പൗരത്വ ഭേദഗതിക്കെതിരായ റാലിയിൽ മുഖ്യമന്ത്രി സംസാരിക്കേണ്ടത് BJPക്കെതിരെയാകണമെന്ന് ലീഗ് നേതാവ് MK മുനീറും പ്രതികരിച്ചു. അദ്ദേഹം റാലി നടത്തുമ്പോൾ അദ്ദേഹം ശരിക്കും BJPക്കെതിരെയാണല്ലോ സംസാരിക്കേണ്ടത്. അദ്ദേഹം ഇത് ഞങ്ങൾ റാലി നടത്തുന്നു, കോൺഗ്രസ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനർത്ഥം എന്താ? അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ സമസ്തയുടെ ആളാണെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും സമസ്ത കോൺഗ്രസിനെതിരാണെന്ന് കരുതുന്നില്ലെന്നും MK മുനീർ പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മനുഷ്യക്കടത്തിനിരയായി റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയവരിൽ ഒരു മലയാളി കൂടി. പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പനാണ് യുദ്ധമുഖത്ത് കുടുങ്ങിയത്. മകനെ തിരികെ കൊണ്ടുവരാൻ സർക്കാർ ഇടപെടണമെന്ന് ഡേവിഡിന്റെ മാതാവ് അരുൾ മേരി ആവശ്യപ്പെട്ടു. റഷ്യയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ശ്രമം തുടരുന്നതായി വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ പറഞ്ഞു. സെക്യൂരിറ്റി ജോലിക്കായാണ് പൂവാർ സ്വദേശി ഡേവിഡ് റഷ്യയിൽ പോയത്. ഡൽഹിയിലെ ഒരു സ്വകാര്യ ഏജൻസി വഴിയായിരുന്നു അവസരം. റഷ്യയിലെത്തി 2 മാസത്തോളം സെക്യൂരിറ്റി ജോലി ചെയ്തു. പിന്നാലെ ഏജന്റ് വഴി റഷ്യയിലെ കൂലിപ്പട്ടാളത്തിൽ അകപ്പെടുകയായിരുന്നു. യുദ്ധത്തിനിടെ കാലിന് പരിക്കേറ്റ ഡേവിഡ് ഇപ്പോൾ പള്ളിയിലെ അഭയാർത്ഥി ക്യാമ്പിലാണുള്ളതെന്ന് മാതാവ് അരുൾ മേരി. ചതിക്കപ്പെട്ടത് അറിഞ്ഞ് ഞങ്ങളിപ്പോൾ എൻ്റെ കാലിൽ ബോംബ് ഉണ്ടില്ലേ, ആ സമയമാണ് ഞങ്ങൾ ഇങ്ങനെ കാര്യം പറയണത്. ബോംബുണ്ട്. ഞാൻ പറഞ്ഞു ബോംബ് ഉണ്ടാകുന്നു. അപ്പോഴാണ് പറയുന്നത് യുദ്ധത്തിലാണ് ഞാൻ ചേർന്നിരിക്കുന്നത്, എൻ്റെ അടുത്ത് പറയാതെയാണ് എന്നെ കൊണ്ട് ആക്കിയത്. ഇങ്ങനെ ഗേറ്റ് വാച്ചർ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഒരു അച്ഛൻ്റെ കീഴിൽ ഇപ്പോൾ ഇരിക്കണമെന്ന് പറയുന്നു. മകനെ തിരികെ കൊണ്ടുവരാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ഡേവിഡിന്റെ പിതാവ് മുത്തപ്പൻ. ഓരോ മനുഷ്യരെ ഈ നാട്ടിൽ ഇവിടെ ഇന്ത്യയിൽ പോകുന്നവരെ കാപ്പാത്ത വേണ്ടതാണ് ഇതാണ് വച്ചിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിൽ മുൻകൈയെടുത്ത് ഞങ്ങൾ സ്വത്ത് പണം ചോദിക്കുന്നില്ല. പിണറായി വിജയൻ ഇതിൽ ഒരു ഉദവി ചെയ്യണം. അവിടെ നിന്ന് ഇവിടെ MSCയിൽ നിന്ന് വിളിച്ച് പാസ്പോർട്ട് കൊടുത്തിട്ട് ഇവിടെ എങ്ങനെയും എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനുള്ള നടപടിക്ക് നമ്മൾ കേരള ഗവൺമെൻറ് പിണറായി വിജയൻ്റെ അടുത്ത് ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു. തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ അറിയിച്ചു. കേന്ദ്ര സർക്കാർ അവിടെ റഷ്യയിൽ പെട്ടിട്ടുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ റിക്രൂട്ട് ചെയ്ത ഏജൻസികൾ, ആ ഏജൻസികൾക്കെതിരായിട്ട് അന്വേഷണം നടക്കുന്നു. അങ്ങനെ അന്വേഷണം നടത്തിയ ഏജൻസികളിലെ ചില ആളുകളെ കേന്ദ്ര ഏജൻസികൾ നിയമ നടപടികൾക്ക് വിധേയമാക്കാനുള്ള നീക്കങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ അന്വേഷണം നടക്കുകയാണെന്നും വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ പറഞ്ഞു. ഡേവിഡിന് പുറമെ നിരവധി ഇന്ത്യക്കാർ ഇപ്പോഴും റഷ്യയിലെ യുദ്ധമുഖത്താണ്. 24 തിരുവനന്തപുരം. പാലക്കാട് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. കാവശ്ശേരി പത്തനാപുരം സ്വദേശി രാജേഷാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇന്നുച്ചയ്ക്ക് 1:30 ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവ് ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം സ്റ്റേഷനകത്തേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ തീയണച്ച് യുവാവിനെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ രാജേഷിനെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 90% പരിക്കേറ്റ യുവാവിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. അത്തിപ്പറ്റ സ്വദേശിയായ യുവതി രാജേഷിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ രാവിലെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. പരാതി ഒത്തുതീർപ്പാക്കി വിട്ടതിന് പിന്നാലെയാണ് ആത്മഹത്യാശ്രമം. കൂടുതൽ വിവരങ്ങൾ ആലത്തൂർ പോലീസ് ശേഖരിച്ചു വരികയാണ്. 24 പാലക്കാട്.
തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. വിശ്വാസ നിറവിൽ ഓശാന ഞായർ. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. ജെറൂസലം യേശുക്രിസ്തുവിനെ വരവേറ്റതിന്റെ ഓർമ്മയിൽ വിശ്വാസികൾ കുരുത്തോല പ്രദക്ഷിണത്തിന്റെ ഭാഗമായി. ജെറുസലേം നഗരത്തിലേക്ക് കഴുതപ്പുറത്തേറി യേശുക്രിസ്തു പ്രവേശിച്ചതിന്റെ ഓർമ്മ പുതുക്കുകയാണ് ക്രൈസ്തവർ. ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. നിബിയന്മാരുടെ തിരുനിവഹം നടകൊള്ളുന്നു പുരോഭൂവിൽ. വയനാട് നടവയൽ ഹോളിക്രോസ് ഫൊറോന പള്ളിയിലെ ചടങ്ങുകൾക്ക് സിറോ മലബാർ സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടേൽ കാർമ്മികത്വം വഹിച്ചു. മനുഷ്യരെക്കാൾ വന്യമൃഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഓശാന സന്ദേശത്തിൽ റാഫേൽ തട്ടിൽ പറഞ്ഞു. മനുഷ്യരെക്കാളും കാട്ടുമൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിൽ തെറ്റിദ്ധാരണ തോന്നുന്ന വിധത്തിലുള്ള നിലപാടുകൾ കാണുമ്പോൾ മനുഷ്യൻ ഇതിൽ പ്രാധാന്യമില്ലാത്തവനായി പോയോ എന്ന് ചിലപ്പോഴെങ്കിലും സങ്കടത്തോടെ ചോദിക്കാൻ. രക്ഷകനെ വരവേൽക്കുന്ന ഓശാന ഞായറിന്റെ സന്ദേശം പൊതുതെരഞ്ഞെടുപ്പിൽ പ്രാവർത്തികമാക്കണമെന്ന് കോഴിക്കോട് രൂപത ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. മതേതരത്വം സംരക്ഷിക്കുന്നവരെ പാർലമെന്റിലേക്ക് അയക്കണമെന്നാണ് ആഹ്വാനം. എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, എല്ലാ ജനങ്ങളെയും സ്വീകരിക്കാൻ കഴിയുന്ന ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വ്യക്തികളെ തിരഞ്ഞെടുത്ത് നമ്മൾ പാർലമെന്റിലേക്ക് അയക്കണം. ഓശാന ഞായറോടെ നോമ്പുകാലത്തെ വിശുദ്ധ വാരാചരണ കർമ്മങ്ങൾക്കും ക്രൈസ്തവ ദേവാലയങ്ങളിൽ തുടക്കമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇന്നത്തെ മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം ചുരുക്കത്തിൽ. തൃശൂർ ആറാട്ടുപുഴ പൂരത്തിനിടെ വീണ്ടും ആന ഇടഞ്ഞു. ആന വിരണ്ടോടിയത് ഇന്ന് രാവിലെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ആനയെ തളച്ചത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. കോഴിക്കോട് കക്കയത്ത് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുപോത്തുകൾ ഇറങ്ങിയത് കർഷകൻ എബ്രഹാം കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രദേശത്തിന് സമീപം. പ്രദേശവാസികൾ വീണ്ടും ഭീതിയിൽ. മാഹിയിലെ സ്ത്രീകളെ അധിക്ഷേപിച്ച BJP നേതാവ് PC ജോർജിനെതിരെ കേസെടുത്ത് വനിതാ കമ്മീഷൻ. നടപടി MSF സംസ്ഥാന സെക്രട്ടറി റുമൈസ റഫീഖിന്റെ പരാതിയിൽ. മാഹി പോലീസും PC ജോർജിനെതിരെ കേസെടുത്തു. കാസർഗോഡ് പാലായിൽ കുടുംബത്തെ പ്രാദേശിക CPIM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്നതായി ആരോപണം. സ്ഥലത്തർക്കത്തെ തുടർന്ന് പറമ്പിലെ തേങ്ങയിടാൻ എത്തിയപ്പോൾ കയ്യേറ്റം ചെയ്തെന്ന് പരാതി. ആരോപണം തള്ളി പ്രാദേശിക CPIM നേതാക്കൾ. തിരുവനന്തപുരം മഞ്ഞാറമൂട്ടിൽ വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചത് ചക്കാക്കാട് സ്വദേശി അരുൺ. പൊതുവഴിക്ക് സമീപം വൈദ്യുതി വേലി സ്ഥാപിച്ചത് മനഃപൂർവ്വം അപായമുണ്ടാക്കാനാണെന്ന് ആരോപിച്ച് കുടുംബം. അപകടത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.